നമസ്കാരം. ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മലയാളികളുടെ പ്രിയ താരം സഞ്ജു സാംസണിന്റെ പുതിയ IPL ടീമുമായി ബന്ധപ്പെട്ട് ദിനംപ്രതി പുതിയ വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹം രാജസ്ഥാൻ റോയൽസ് വിടുകയാണെന്നത് ഉറപ്പിച്ചു കഴിഞ്ഞെങ്കിലും അടുത്തതെങ്ങോട്ടെന്ന കാര്യത്തിൽ ഇപ്പോഴും ചിത്രം തെളിഞ്ഞിട്ടില്ല. ചെന്നൈ സൂപ്പർ കിങ്സിൽ നിന്നും തുടങ്ങി സൺറൈസേഴ്സ് ഹൈദരാബാദ് വരെ സഞ്ജുവിന്റെ പുതിയ ടീമുകളുടെ സാധ്യതാ ലിസ്റ്റിലുണ്ട്. ഇപ്പോഴിതാ പുതിയൊരു ടീം കൂടി ഇവർക്കൊപ്പം ചേർന്നിരിക്കുകയാണ്. അതാവട്ടെ നിലവിലെ ചാമ്പ്യന്മാർ കൂടിയായ റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവാണ്. ഇതാദ്യമായാണ് RCBയുമായി ബന്ധപ്പെടുത്തി അദ്ദേഹത്തിന്റെ പേരിൽ അഭ്യൂഹങ്ങൾ വന്നിരിക്കുന്നത്. അതിനൊരു കാരണവും കൂടിയുണ്ട്. ഇതെന്താണെന്ന് നോക്കാം. ഏഷ്യ കപ്പിൽ ഇന്ത്യയ്ക്കു വേണ്ടി മുഴുവൻ മത്സരങ്ങളിലും കളിക്കുകയും ഫൈനലിലടക്കം മികച്ച ഇന്നിംഗ്സ് കളിക്കുകയും ചെയ്ത ശേഷം ഓസ്ട്രേലിയൻ പര്യടനത്തിന് തയ്യാറെടുക്കുകയാണ് സഞ്ജു സാംസൺ. ഈ മാസം 29-ന് തുടങ്ങാനിരിക്കുന്ന 5 T20കളുടെ പരമ്പരയിൽ അദ്ദേഹം ടീമിന്റെ ഭാഗമാണ്. ഈ പരമ്പരയ്ക്കായുള്ള പരിശീലനം സഞ്ജു ആരംഭിച്ചിരിക്കുകയാണ്. ഇതിന് അദ്ദേഹത്തെ സഹായിക്കുന്നതാവട്ടെ റോയൽ ചാലഞ്ചേഴ്സിന്റെ ത്രോഡൌൺ സ്പെഷ്യലിസ്റ്റ് കൂടിയായ ഗബ്രിയലാണ്. അദ്ദേഹത്തിന് കീഴിൽ സഞ്ജു ബാറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുന്ന ചിത്രങ്ങളും വീഡിയോയുമെല്ലാം സോഷ്യൽ മീഡിയയിലും വൈറലായി കഴിഞ്ഞു. RCB ത്രോഡൌൺ സ്പെഷ്യലിസ്റ്റിന് കീഴിൽ സഞ്ജു എന്തുകൊണ്ട് പരിശീലനം നടത്തുന്നുവെന്നതാണ് ആരാധകരുടെ ചോദ്യം. ചെന്നൈ സൂപ്പർ കിങ്സിനെ ഒഴിവാക്കി പകരം RCBയിലേക്ക് മാറാനുള്ള അദ്ദേഹത്തിന്റെ മുന്നൊരുക്കമാണ് ഇതെന്നും പലരും ചൂണ്ടിക്കാണിക്കുന്നു. രാജസ്ഥാൻ റോയൽസ് ടീം മാനേജ്മെന്റ് കഴിഞ്ഞ ലേലത്തിന് മുമ്പെടുത്ത ചില തീരുമാനങ്ങളാണ് സഞ്ജു സാംസണിനെ ഫ്രാഞ്ചൈസി വിടാൻ പ്രേരിപ്പിച്ചതെന്നാണ് വ്യക്തമാവുന്നത്. ഇതേക്കുറിച്ച് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും സഞ്ജുവിന്റെ ചില പരാമർശങ്ങളിൽ നിന്നും ഇക്കാര്യം വ്യക്തവുമാണ്. ഇംഗ്ലണ്ടിന്റെ മുൻ ക്യാപ്റ്റനും തനിക്കു സഹോദര തുല്യനുമായ ജോസ് ബട്ട്ലറെ റോയൽസ് നിലനിർത്താതിരുന്നതിന്റെ ദുഃഖവും നിരാശയുമെല്ലാം സഞ്ജുവിന് ഇപ്പോഴുമുണ്ട്. കഴിഞ്ഞ IPLന് മുമ്പ് സ്റ്റാർ സ്പോർട്സ് പുറത്തുവിട്ട ഒരു വീഡിയോയിൽ ഇക്കാര്യം തുറന്നു പറയുകയും ചെയ്തിരുന്നു. എന്നെ സംബന്ധിച്ച് ജോസ് ബട്ട്ലറെ രാജസ്ഥാൻ റോയൽസിൽ നിന്നും പോവാൻ അനുവദിച്ചതാണ് ഏറ്റവും വെല്ലുവിളിയുയർത്തുന്ന തീരുമാനം. ഇംഗ്ലണ്ടുമായുള്ള പരമ്പരയുടെ സമയത്തു ഡിന്നറിനിടെ കണ്ടപ്പോൾ ഞാൻ ഇതേക്കുറിച്ച് തുറന്നു പറയുകയും ചെയ്തിരുന്നു. ആ നിരാശ ഇപ്പോഴും എന്നെ വിട്ടുപോയിട്ടില്ലെന്നും ബട്ട്ലറോട് പറഞ്ഞിരുന്നു. IPLലെ ഒരു നിയമത്തിൽ മാറ്റം വരുത്താൻ എനിക്ക് അവസരം ലഭിക്കുകയാണെങ്കിൽ ഓരോ 3 വർഷത്തിലും കളിക്കാരെ റിലീസ് ചെയ്യുന്ന നിയമം ഒഴിവാക്കുമെന്നും സഞ്ജു വ്യക്തമാക്കിയിരുന്നു. 5 തവണ IPL ജേതാക്കളായ ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് സഞ്ജു സാംസണിനായി ആദ്യമായി താൽപര്യം പ്രകടിപ്പിച്ച് മുന്നോട്ടു വന്ന ടീം. ട്രേഡ് വിൻഡോയിൽ ഇത് സംബന്ധിച്ച് രാജസ്ഥാൻ റോയൽസുമായി അവർ ചർച്ചകളും നടത്തിയെങ്കിലും അവ വിജയിച്ചില്ല. അതിനുശേഷം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും സഞ്ജുവിനായി നീക്കം നടത്തിയെങ്കിലും അതും എവിടെയും എത്തിയില്ല. ഡൽഹി ക്യാപിറ്റൽസ് ആണ് മലയാളി താരത്തിനായി ഇപ്പോൾ രംഗത്തുള്ള മറ്റൊരു ടീം. സഞ്ജുവുമായി DC ചർച്ചകൾ നടത്തിയതായും അദ്ദേഹത്തിന് ക്യാപ്റ്റൻസി ഓഫർ ചെയ്തതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും വന്നിരുന്നു.